സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ്ങുമായാണ് ഞാൻ എത്തിയത്. എന്താണെന്നറിയോ? ഒരു ഗ്ലൂ ഗണ്ണാണ് ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. ഇത് മെഗാ ക്ലാസിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹോട്ട് ഗ്ലൂ ഗൺ എന്ന മോഡലുള്ള 12-40 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്ലൂ ഗണ്ണാണ് ഇത്. ഇതിന്റെ സ്റ്റിക്കാണ്. ഇതിന് 15 രൂപയാണ് വില. പിന്നെ ഗ്ലൂ ഗണ്ണിന്റെ വില 190 രൂപയാണ്. ഇത് 40 വോൾട്ട് കൂടുതലായാലും വർക്ക് ചെയ്യും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ ഫാസ്റ്റ്, ട്രസ്റ്റ്, സംത്ത്, ഈസി എന്നിങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ഈസിയായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര പ്രശസ്തമൊന്നുമല്ല. ഇത് പിന്നെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ പോയ ഇതിനെപ്പറ്റി അവർക്ക് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ഇതിന്റെ ഗ്ലൂ ഗണ്ണിന്റെ കാര്യങ്ങൾ ഇത് ടോയ്സ്, ആന്റി ഫ്ലവേഴ്സ്, ഡിസൈൻ, വുഡ് കവർക്കിംഗ്, കാർഡ്ബോർഡ് ആൻഡ് മച്ച് മോർ എന്നിങ്ങനെ കുറെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഗ്ലൂ ഗൺ. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാനൊന്ന് തുറന്ന് ഉപയോഗിച്ച് നോക്കിണ്ടായിരുന്നു. നമുക്ക് നഷ്ടമാണെന്നൊന്നും നമുക്കൊന്നും അറിയണ്ടായിരുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ടല്ല നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നോക്കിയിട്ട് ഞാൻ അവിടെ വെച്ച് നോക്കി. അതുകൊണ്ടാണ് ഈ പെട്ടിക്ക് ചെറിയൊരു രൂപ വ്യത്യാസം. ഇതാണ് ഗ്ലൂ ഗൺ. ഇതൊരു സ്റ്റീൽ ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് കളർ, ഓറഞ്ച് ആയിട്ട് നമുക്കൊരു സ്റ്റൈൽ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസൈനും രൂപകൽപ്പനയും അഥവാ രൂപകൽപ്പന. ഇതിനകത്ത് 2 കഷ്ണം സ്റ്റിക്ക് ഇട്ടു. ഇതാണ് ഇതിനകത്ത് ഒരു സ്റ്റിക്ക് ഇപ്പോൾ ഉണ്ട്. കണ്ടില്ലേ? നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇത് സ്റ്റാൻഡാണ്. ഇത് ഇങ്ങനെ വെക്കാനുള്ളത്. ഇങ്ങനെ വെക്കാം, ഇങ്ങനെയും വെക്കാം. അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? നിങ്ങളിത് കരളിൽ കുത്തിയല്ലേ ഇത് വർക്ക് ചെയ്യാം. അന്നപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ നിലം തട്ടാതെ, ഈ സ്റ്റീൽ ഫിനിഷ് നിലം തട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. ഇതിന്റെ പോരായ്മയായിട്ട് തോന്നിയത് ഇതിന് ഒരു നീളം കുറവായത് കൊണ്ട് എത്ര വലിയ സ്റ്റിക്ക് ഇടാൻ പറ്റില്ല. ഈ സ്റ്റിക്ക് ഇതിലേക്ക് മുറിച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ. ആണ് ഇതിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിലെ വയറിന് അല്പം നീളം കുറവാണ്. പക്ഷെ അത് നമുക്ക് കണക്ടർ ഉപയോഗിച്ച് നോക്കാം. എന്നാലും കുറച്ച് നീളമേ ഉള്ളൂ ഇതിന് വയറിന്. കണ്ടില്ലേ? കുറച്ച് മറ്റേ പ്രൊഫഷണൽ വർക്കിനൊക്കെ ആവശ്യപ്പെടുന്ന കുറച്ചും കൂടി നീളമുള്ള വയറാണ് നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ കമ്പനി ഇത്രയും ചെറിയ വയറേ ഇതിന് കൊടുക്കുന്നുള്ളൂ. അത് ഭാവിയിൽ പരിഹരിച്ചെന്ന് വരും ചിലപ്പോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല. ഓൺലൈനിൽ വാങ്ങാണ് എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് നഷ്ടമായിരിക്കും, ചിലപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് വാങ്ങിയതാണ് ഈ ഗ്ലൂ ഗൺ. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ? ആദ്യം ഈ ബട്ടൺ, ഈ കുത്തുന്ന പ്ലഗ് എടുക്കുക. പ്ലഗിലേക്ക് ഇങ്ങനെ കുത്തി വെക്കുക. വെച്ചിട്ട് ഓൺ ചെയ്യുക. ഇതിലെ മുകളിൽ ലൈറ്റ് ഒന്നുമില്ല. അതും പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ. ഇത് ചൂടായി കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് വയ്ക്കുക. അത് ഇവിടെ ചൂടായെന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ഇത് പറയുന്നത് ഒരു 2 മിനിറ്റ് വെച്ചാലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളതാണ് കമ്പനി ഇതിൽ പറയുന്നത്, ഇതിന്റെ ബോക്സിൽ പറയുന്നത്. എന്നാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ? നമ്മുടെ ഗ്ലൂ ഗൺ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുക. ഇത് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉപയോഗിക്കുന്ന ഈ സ്വിച്ച് ഓഫ് ആക്കുന്നതാണ് അധികം നല്ലത്. പെട്ടെന്ന് ഇടത്തങ്ങാൻ വെച്ചാൽ ഷോക്ക് അടിക്കും. അതുകൊണ്ട് ഓഫാക്കുക. എന്നിട്ട് പ്ലഗ് ഊരി വെക്കുക. എന്നിട്ട് ഗ്ലൂ ഗൺ, ഞാൻ സ്കെയിലാണ് നിങ്ങൾക്ക് ഒട്ടിച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ ഈ സാധനം പുഷ് ചെയ്യുക. നല്ലോണം പുഷ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് പുഷ് ചെയ്തിട്ട് നല്ലോണം പുഷ് ചെയ്യുക.
ഇപ്പോൾ പുറത്തേ വരുന്നുണ്ടാവും. പശ പുറത്തേ വരുന്നുണ്ട്. ഇതാ പശ പുറത്തേ വന്നു. പിന്നെ ബാക്കി പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കാം. ഒട്ടി കുറച്ചു നേരം പെട്ടെന്ന് ഒട്ടുന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പെട്ടെന്ന് ഒട്ടി അല്ലേ നിങ്ങൾ ഉണ്ടെങ്കിൽ. പക്ഷെ ഇതിൽ ഓൺലൈനിൽ ഇത് ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ്. ഫ്ലിപ്കാർട്ടിൽ 200 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ പിന്നെ സ്റ്റിക്ക് ഫ്രീ ആയതുകൊണ്ടാണ് 200 രൂപ നൽകുന്നത്. എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആദ്യമായി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.